ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു മെറ്റാമാസ്ക് ക്രിപ്റ്റോ വാലറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. അറിയാത്തവർക്ക് വേണ്ടി ക്രിപ്റ്റോ വാലറ്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ക്രിപ്റ്റോ വാലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മൈൻ ചെയ്യുന്നതായിട്ടുള്ള കുറേ വീഡിയോസ് ചെയ്യുന്നുണ്ടല്ലോ, ക്രിപ്റ്റോ മൈനിങ്. അപ്പോൾ അതൊക്കെ വിഡ്രോ അടിക്കണമെങ്കിൽ നമുക്കൊരു വാലറ്റ് വേണം. അപ്പോൾ നമ്മൾ പേടിഎം വാലറ്റൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാകും നമ്മൾ സാധാരണ ക്യാഷ് സ്റ്റോർ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ക്രിപ്റ്റോ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്പ്, അത്രേ ഉള്ളൂ. വലിയ രീതിക്ക് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, സിമ്പിളായിട്ടുള്ളൊരു കാര്യം മാത്രമാണ്. നമ്മളിപ്പോൾ എയർ ഡ്രോപ്പിൽ ക്ലെയിം ചെയ്യുന്ന എന്താ പറയുക, ടോക്കൺസും കോയിൻസൊക്കെ തന്നെ മെറ്റാമാസ്കിലേക്കാണ്, അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോ വാലറ്റിലോട്ടാണ് നമ്മൾ വിഡ്രോ അടിക്കേണ്ടത്. അപ്പോൾ ഞാൻ കാണിക്കുന്ന മെറ്റാമാസ്കിൻ്റെതാണ്. ഇനി സൊലാനൻ്റെ ഫാൻറ്റം വാലറ്റിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ബേസിക്കായിട്ടൊരു ക്രിപ്റ്റോ വാലറ്റ് എല്ലാവരും എടുത്ത് വെക്കുക, കാരണം വിഡ്രോ അടിക്കാൻ ഈ വാലറ്റ് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് ചെയ്യേണ്ട പ്ലേ സ്റ്റോറിൽ പോയിട്ട് മെറ്റാമാസ്ക് എന്ന് പറയുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എന്താ മെറ്റാമാസ്ക് എന്ന് മനസ്സിലാവാത്തൊരു ഒന്നും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഇനി ആവശ്യമുള്ളപ്പോൾ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. കാരണം എന്ന് വെച്ചാൽ ഒരു വിഡ്രോവൽ വരുമ്പോഴേ എങ്ങനെ വിഡ്രോ അടിക്കാമെന്ന് കാണിച്ചു തരാൻ പറ്റുള്ളൂ. ആ ടൈമിന് ഞാൻ എങ്ങനെ വിഡ്രോ അടിക്കാമെന്നൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോസ് ചെയ്യാം. എയർ ഡ്രോപ്പ് എങ്ങനെ വിഡ്രോ അടിക്കാമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ എയർ ഡ്രോപ്പിങ്ങിൻ്റെ വീഡിയോസ് ഒന്നും കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കാണാം. ടെലഗ്രാം ബോട്ട് യൂസ് ചെയ്ത് ഈസി ആയിട്ട് ആയിരക്കണക്കിന് രൂപകൾ ഉണ്ടാക്കാൻ പറ്റുന്ന വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത്ര ശ്രദ്ധിച്ച് കണ്ട് എല്ലാ സ്റ്റെപ്പും ഫോളോ ചെയ്ത് എല്ലാ മൈനിങ്ങും ഒരുമിച്ച് തന്നെ ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വലിയ രീതിക്ക് ലക്ഷ്യങ്ങൾ തന്നെ ഏൺ ചെയ്യാൻ പറ്റുള്ളൂ, അതും ഫ്രീ ആയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് വരാം. ഇവിടെ ജസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് രണ്ട് മെയിൻ ഓപ്ഷൻസാണ് വരിക. ഇമ്പോർട്ട് വാലറ്റും വരും, ക്രിയേറ്റ് എ ന്യൂ വാലറ്റ് വരും. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് എ ന്യൂ വാലറ്റ് കൊടുക്കുക, എന്നിട്ടൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. അതിനകത്ത് ഒരു ചെക്ക് ബോക്സ് താഴെ ഉണ്ട്, അത് ചെക്ക് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ ഈ പാസ്വേഡ് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പാസ്വേഡ് തന്നെ വെക്കുക. എന്നിട്ട് എവിടെയെങ്കിലും എഴുതി വെക്കുക, ബാക്കപ്പ് ചെയ്ത് വെക്കുക, എന്തെങ്കിലും ചെയ്യണം. മറന്നു പോയി കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പേജിൽ നമ്മളെ വാലറ്റ് സെക്യൂർ ആക്കാനുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ സെക്യൂർ ആക്കാൻ വേണ്ടി ജസ്റ്റ് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയും, അത് വായിച്ച് നോക്കിയിട്ട് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത പേജിൽ നിങ്ങൾക്കൊരു 12 വേർഡ്സ് കാണാൻ പറ്റും. ഈ വ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ 12 വേർഡ്സ് നിങ്ങൾക്ക് കാണാം. ആ 12 വേർഡ്സും നമ്പർ ഇട്ട് ഓർഡറിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ബുക്കിലോ എഴുതി വെക്കുക, എന്തെങ്കിലും ചെയ്യുക. സ്ക്രീൻഷോട്ട് എടുക്കാനൊന്നും പറ്റില്ല, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കരുത്. അത് സെക്യൂരിറ്റി റീസൺസ് കൊണ്ട് വളരെയധികം അപകടമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ഒരു ബുക്കിൽ നമ്പർ ഇട്ട് 1 തൊട്ട് 12 വരെ നമ്പേഴ്സ് ഇട്ട് ആ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേർഡ് ഏതാണോ അതും എഴുതി വെക്കുക. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുക. നെക്സ്റ്റ് പേജിൽ നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ 12 വേർഡ്സും അതേ ഓർഡറിൽ തന്നെ ഓർഡറാക്കി കൊടുക്കുക. ഈ വേർഡ്സ് ഒരിക്കലും മറക്കരുത്. നമുക്ക് എല്ലാ പ്രാവശ്യവും നമ്മുടെ മെറ്റാമാസ്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് ഇൻസ്റ്റാൾ ആക്കുമ്പോഴോ വേറെ ഡിവൈസിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴൊക്കെ ലോഗിൻ ചെയ്യാൻ ഈ 12 വേർഡ്സ് അത്യാവശ്യമാണ്. അപ്പോൾ ഒരിക്കലും മറക്കരുത്, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരിക്കലും ഫോർഗോട്ട് പാസ്വേഡ് അടിച്ച് എടുക്കുന്ന പോലെ തിരിച്ചെടുക്കാൻ പറ്റില്ല. പോയത് തന്നെയാണ്, നിങ്ങൾക്ക് ആക്സസ് തന്നെ പോയി പോകും. അതുകൊണ്ട് ഈ 12 വേർഡ്സ് കൃത്യമായിട്ട് തന്നെ ഒരക്ഷരം പോലും തെറ്റാതെ എഴുതി വെച്ചതിന് ശേഷം കംപ്ലീറ്റ് ബാക്കപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വാലറ്റ് ക്രിയേഷൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞ് എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനൊരു സ്ക്രീൻ വരും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൊരു വാലറ്റ് ക്രിയേഷൻ്റെ പരിപാടി. KYC കാര്യങ്ങൾ അങ്ങനത്തെ വെള്ളിക്കെട്ടൊന്നുമില്ല, സിമ്പിളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എങ്ങനെ ഇത് നമ്മൾ ഒരാൾക്ക് നമ്മുടെ വാലറ്റിലേക്ക് പൈസ അല്ലെങ്കിൽ ഈ ക്രിപ്റ്റോ അയക്കണമെങ്കിൽ എങ്ങനെ ഒരാൾക്ക് കൊടുക്കുക. അപ്പോൾ ഈ ഗൂഗിൾ പേ ഒക്കെ ആണെങ്കിൽ അയാൾക്ക് ഫോൺ നമ്പറോ അല്ലെങ്കിൽ UPI കൊടുത്താൽ അയാൾക്ക് ഇങ്ങോട്ട് അയക്കാൻ പറ്റും വേറെ ഒരാൾക്ക് നമ്മളെ അക്കൗണ്ടിലേക്ക്. ഇതിൽ UPIക്ക് പകരം അല്ലെങ്കിൽ നമ്പറിന് പകരം യൂസ് ചെയ്യുന്നതാണ് അഡ്രസ്സ്. ഈ ഒരു അഡ്രസ്സ് കാണാൻ പറ്റും. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ കോപ്പി ആവും. ഓക്കെ, ഈ കോപ്പി ചെയ്തിട്ട് വേണം വേറൊരാൾക്ക് അയച്ചു കൊടുക്കാൻ. ആ അഡ്രസ്സ് അയച്ചു കൊടുത്താൽ അയാൾക്ക് ആ അഡ്രസ്സ് അവിടെ അയാളുടെ മെറ്റാമാസ്കിൽ അയാളുടെ ഏത് വാലറ്റാണ് യൂസ് ചെയ്യുന്നത് അവിടുന്ന് ക്രിപ്റ്റോ കറൻസീസ് നമ്മളെ വാലറ്റിലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഏതെങ്കിലും ഒരു ക്രിപ്റ്റോ കറൻസി വിഡ്രോ അടിക്കുമ്പോഴും ഈ ഒരു അഡ്രസ്സ് ആവശ്യമാണ്. അപ്പോൾ ഇത്രയുള്ളൊരു വാലറ്റ് ക്രിയേഷൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു അഡ്രസ്സാണ് നമ്മൾ എല്ലാ കാര്യത്തിനും യൂസ് ചെയ്യുക. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളിലേക്ക് കമൻസിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയയ്ക്കുക. ഇൻസ്റ്റൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തൊരു മസ്റ്റായിട്ട് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. എല്ലാ അപ്ഡേറ്റ്സും അവിടെയാണ് ആദ്യം വരിക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.